നമസ്കാരം. കണക്കുകൂട്ടലുകളുടെ ദിവസങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. കൂട്ടിയും കുറച്ചും അധികാരത്തിലെത്തുമെന്ന് ഉറപ്പിക്കുകയാണ് LDFും UDFും. BJP ആകട്ടെ തങ്ങളുടെ ശക്തി തെളിയിക്കൽ ഏതുവരെ എത്തും എന്നുള്ള കണക്കുകൂട്ടലിലാണ്. LDFിന്റെ കണക്കുകൂട്ടലുകൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. 110 സീറ്റ് ലഭിക്കും എന്ന ധാരണയിലാണ് ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ LDFിന്റെ പ്രവർത്തനങ്ങൾ മുന്നേറിയത്. പക്ഷേ ഇപ്പോൾ 80-ലധികം സീറ്റുകൾ പിടിക്കുമെന്നാണ് LDFിന്റെ പ്രഖ്യാപനം. 98 സീറ്റുകളാണ് നിലവിൽ LDFിന് നിയമസഭയിലുള്ളത്. സാധാരണഗതിയിൽ കേരളത്തിൽ പാർട്ടി വോട്ടുകൾ കൊണ്ട് ജയിക്കുന്ന 50 സീറ്റുകളെങ്കിലും LDFിന് നിലവിലുണ്ട്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 57 സീറ്റുകളിൽ LDFിന് ഭൂരിപക്ഷമുണ്ടായിരുന്നു. 57 മണ്ഡലങ്ങളിൽ LDFിന് ഭൂരിപക്ഷമുണ്ടായിരുന്നു. പക്ഷേ 110 സീറ്റിൽ കുറഞ്ഞുള്ളതൊന്നും മുഖ്യമന്ത്രി പ്രതീക്ഷിക്കുന്നില്ല. എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ ജില്ലകളിലും മത്സരം കടുത്തതായിരുന്നു എന്ന് LDF തന്നെ സമ്മതിക്കുന്നുണ്ട്. എന്നാലും 20 സീറ്റിൽ കൂടുതലൊന്നും കുറപ്പിക്കാൻ കഴിയില്ല UDFിനും NDAയ്ക്കും കൂടി എന്നുള്ള ഉറപ്പിൽ തന്നെയാണ് LDF. എന്തായാലും ഭരണം LDFിന് തന്നെ എന്ന് LDF വിശ്വസിക്കുന്നുണ്ട്. LDFിന്റെ ഈ വിലയിരുത്തലിന്റെ അടിസ്ഥാനം എന്തായിരിക്കും? ജില്ലാ അടിസ്ഥാനത്തിൽ നമുക്കൊന്ന് ചിന്തിക്കാം. തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് കഴിഞ്ഞ നിയമസഭയിൽ 14-ൽ 13 സീറ്റും LDFിനായിരുന്നു. കോവളം വിൻസെന്റ് നേടിയത് മാത്രമാണ് UDFിലെ കനൽത്തരി. നേമം, തിരുവനന്തപുരം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, തിരുവനന്തപുരം മണ്ഡലങ്ങളിൽ ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നതെങ്കിലും നേമത്ത് ശിവൻകുട്ടി വിജയിച്ചു കയറും. 2000 വോട്ടിനെങ്കിലും വിജയിക്കുമെന്ന് തന്നെയാണ് LDFിന്റെ വിശ്വാസം. വട്ടിയൂർക്കാവിൽ പ്രശാന്ത് ജയിക്കും എന്നുള്ള കാര്യത്തിൽ ഇടതുപക്ഷത്തിന് സംശയമൊട്ടുമില്ല. പക്ഷെ കോവളത്തിന്റെ കാര്യത്തിൽ അവർക്ക് അത്ര വിശ്വാസമില്ല. വിൻസെന്റ് നേരിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്ന് തന്നെയാണ് LDFും വിശ്വസിക്കുന്നത്. ശബരിമല വിഷയമൊക്കെ ഉണ്ടെങ്കിലും ന്യൂനപക്ഷ വോട്ടുകൾ ഒന്നിച്ചു ചേർന്നതിനാൽ കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രന്റെ വിജയം LDFിന് ഉറപ്പാണ്. അതുപോലെ തന്നെ കാട്ടാക്കട 3-ാം ഊഴത്തിന് വേണ്ടി ശ്രമിക്കുന്ന IB സതീഷ് ജയിച്ചു കയറുമെന്നുള്ള കാര്യത്തിൽ LDFിന് സംശയമൊട്ടുമില്ല. അങ്ങനെ നോക്കുമ്പോൾ 14-ൽ 11 സീറ്റുകളെങ്കിലും തിരുവനന്തപുരത്ത് നിന്ന് LDF പ്രതീക്ഷിക്കുന്നുണ്ട്. ഭരണവിരുദ്ധ വികാരം എന്ന കാര്യത്തിൽ LDFിന് ഉറപ്പുണ്ട്. പക്ഷേ അങ്ങനെയുണ്ടാകുന്ന വോട്ടുകൾ UDFിലേക്ക് മാത്രം പോകില്ല എന്ന് LDFിന് ഉറപ്പുണ്ട്. അത് പങ്കിട്ടെടുക്കാൻ BJPയും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഭരണവിരുദ്ധ വികാരത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന വോട്ടുകൾ 2ആയി വിഭജിച്ചു പോകും എന്നുള്ളത് കൊണ്ട് തന്നെ LDF എല്ലായിടത്തും വിജയം ഉറപ്പിക്കുന്നു, അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നു. കൊല്ലം ജില്ലയിൽ LDF പ്രതീക്ഷിക്കുന്നത് 6 മുതൽ 9 വരെ സീറ്റാണ്. പത്തനാപുരത്ത് കേരള കോൺഗ്രസ് B ഉൾപ്പെടെ 9 സീറ്റുകൾ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ന്യൂനപക്ഷ വോട്ടുകൾ ഇടതുപക്ഷത്തിന് കൊല്ലത്ത് എതിരാകും എന്നുള്ള വിശ്വാസമുണ്ടെങ്കിലും തീർച്ചയായും 9 സീറ്റ് വരെ അവർ വിജയപ്രതീക്ഷയിലാണ്. പത്തനംതിട്ടയിലെ 5 മണ്ഡലങ്ങളും LDF നിലനിർത്തും എന്ന് തന്നെയാണ് അവരുടെ കണക്ക്. വീണ ജോർജ് 7000 വോട്ടിനെങ്കിലും വിജയിക്കും എന്ന് തന്നെയാണ് LDF കണക്കാക്കുന്നത്. കൂടാതെ കോന്നി, അടൂർ, റാന്നി മണ്ഡലങ്ങളിൽ 5000-ഓ അതിലധികമോ വോട്ട്, എന്തായാലും 10000-ൽ താഴെ വോട്ടിന് വിജയിക്കും എന്ന് LDFിന്റെ കണക്കുകൂട്ടൽ. CPMനെ സംബന്ധിച്ച് ആലപ്പുഴ അവരുടെ ഹൃദയഭൂമിയാണ്. CPM വളരുന്നതിൽ വലിയ പങ്കുവഹിച്ച ജില്ല. അവിടെ അവർക്കിപ്പോൾ 8 സീറ്റുകളുണ്ട്, 8 MLAമാരുണ്ട്. അതിൽ 5 എണ്ണമെങ്കിലും നിലനിർത്താമെന്ന പ്രതീക്ഷയിലാണ് CPM. അവിടെ നഷ്ടപ്പെടാൻ ഏറ്റവും കൂടുതൽ സാധ്യത സുധാകരൻ തന്നെയാണ്. സുധാകരൻ മത്സരിക്കുന്ന അമ്പലപ്പുഴ നഷ്ടമാകുന്ന സീറ്റുകളിൽ ഒന്നാണ്. അരൂറും കുട്ടനാടും ചിലപ്പോൾ കൈവിട്ടു പോയേക്കാം എന്ന് LDF പ്രതീക്ഷിക്കുന്നു. എന്നാൽ ന്യൂനപക്ഷങ്ങളുടെ സഹായമുണ്ടായാൽ അവിടെയും വിജയിക്കും എന്ന് കണക്കാക്കുന്നു. രമേശ് ചെന്നിത്തല മത്സരിക്കുന്ന ഹരിപ്പാട് രമേശ് ചെന്നിത്തല തന്നെ വിജയിക്കും എന്ന് LDF പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ആലപ്പുഴയിൽ 5 സീറ്റുകളാണ് LDF പ്രതീക്ഷിക്കുന്നത്. 9 മണ്ഡലങ്ങളാണ് കോട്ടയത്ത്. അതിൽ ഏറ്റവും കുറഞ്ഞത് 4 മണ്ഡലങ്ങൾ CPM പ്രതീക്ഷിക്കുന്നു.
അവർ പ്രതീക്ഷിക്കുന്നത് ചങ്ങനാശ്ശേരി, പാല, ഏറ്റുമാനൂർ, കാഞ്ഞിരപ്പള്ളി എന്നീ മണ്ഡലങ്ങളാണ്. പൂഞ്ഞാറിൽ PC ജോർജ് പിടിക്കുന്ന വോട്ട് LDF-ന് വിജയിക്കാനുള്ള സാധ്യതയായി അവർ കണക്കാക്കുന്നുണ്ട്. പ്രശ്നങ്ങൾ നിലവിലുണ്ടെങ്കിലും വൈക്കവും അവർ വിജയപ്രതീക്ഷയിലാണ്. ഇടുക്കിയിൽ ഉടുമ്പൻചോല, ഇടുക്കി എന്നീ നിയോജക മണ്ഡലത്തിലാണ് LDF-ന്റെ പ്രതീക്ഷ. ദേവികുളത്ത് S രാജേന്ദ്രൻ പിടിക്കുന്നത് കോൺഗ്രസിന്റെ വോട്ടുകളായിരിക്കും. അല്ലാതെ LDF-ന്, ഇടതുപക്ഷത്തിന് രാജേന്ദ്രന്റെ മത്സരം ദോഷമുണ്ടാക്കില്ല എന്ന് തന്നെ LDF വിശ്വസിക്കുന്നു. എറണാകുളത്ത് നിലവിൽ 5 സീറ്റുകളാണ് LDF-നുള്ളത്. ഈ 5 സീറ്റുകളും നിലനിർത്തുമെന്നും തൃപ്പൂണിത്തുറ പ്രതീക്ഷിക്കുന്നു എന്നും LDF-ന്റെ കണക്കുകൂട്ടൽ. തൃശൂർ ജില്ലയെ സംബന്ധിച്ച് അത് ഇടതുപക്ഷത്തിന്റെ കോട്ടയാണ്. എപ്പോഴും ഇടതുപക്ഷത്തിന് സീറ്റുകൾ നൽകുന്ന ജില്ലയാണ് തൃശൂർ. എന്നാൽ ഇത്തവണ 2 സീറ്റുകൾ നഷ്ടപ്പെടും എന്നവർ വിശ്വസിക്കുന്നു. ചാലക്കുടിയും തൃശൂരും ഒഴികെ 11 മണ്ഡലങ്ങളിലും വിജയിക്കാൻ കഴിയുമെന്ന് ഇടതുമുന്നണി പ്രതീക്ഷിക്കുന്നു. പാലക്കാട് നിലവിലുള്ള 10 സീറ്റുകളും നിലനിർത്താൻ കഴിയുമെന്ന് LDF വിശ്വസിക്കുന്നു. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന സ്ഥലമാണ് പാലക്കാട് മണ്ഡലം. അവിടെ BJP 3ാം സ്ഥാനത്തേക്ക് പോകും എന്നാണ് LDF-ന്റെ കണക്കുകൂട്ടൽ. അവിടെ റസാഖ് 2ാം സ്ഥാനത്തേക്ക് വരും. വോട്ടിംഗ് ശതമാനം കൂടും എന്ന് തന്നെയാണ് LDF-ന്റെ പ്രതീക്ഷ. അങ്ങനെ പാലക്കാട് 10 സീറ്റുകളെങ്കിലും LDF പ്രതീക്ഷിക്കുന്നുണ്ട്. മത്സരം അല്പം കടുക്കുമെങ്കിലും മലപ്പുറത്ത് തിരൂരും തവനൂരും പൊന്നാനിയും വിജയിക്കുമെന്ന് LDF കേന്ദ്രങ്ങൾ വിശ്വസിക്കുന്നു. ആ രീതിയിലാണ് അവരുടെ കണക്കുകൾ. വയനാട് മാനന്തവാടിയും ബത്തേരിയുമാണ് വിജയപ്രതീക്ഷയുള്ള മണ്ഡലങ്ങൾ LDF-നെ സംബന്ധിച്ചിടത്തോളം. ബത്തേരിയിൽ മത്സരം നന്നായി കടുത്തുവെങ്കിലും അവർ വിജയപ്രതീക്ഷയിൽ തന്നെയാണ്. കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം LDF ആകെ പ്രതീക്ഷിക്കുന്നത് 8 സീറ്റുകളാണ്. 5 സീറ്റുകൾ നഷ്ടപ്പെടാം എന്നവർ വിശ്വസിക്കുന്നു. അവർക്ക് പ്രതീക്ഷയുള്ള സീറ്റുകൾ കുറ്റിയാടി, പേരാമ്പ്ര, ബാലുശ്ശേരി, കുന്നമംഗലം, കോഴിക്കോട് നോർത്ത്, ബേപ്പൂർ, ഏലത്തൂർ, കൊയിലാണ്ടി എന്നിവയാണ്. ന്യൂനപക്ഷ ഏകീകരണവും തരംഗവും ഭരണവിരുദ്ധ വികാരവും കോഴിക്കോട് തിരിച്ചടിയാകും എന്ന് LDF കേന്ദ്രങ്ങൾ പ്രതീക്ഷിക്കുന്നു. കണ്ണൂരാണെങ്കിൽ ആകെയുള്ള 11 മണ്ഡലങ്ങളിൽ പേരാവൂരും ഇരിക്കൂറും ഒഴികെ ബാക്കി 9 മണ്ഡലങ്ങളും വിജയിക്കുമെന്ന് LDF-ന്റെ കണക്കുകൂട്ടൽ. CPM ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ട പയ്യന്നൂർ ഉൾപ്പെടെ 9 മണ്ഡലങ്ങളിൽ തീർച്ചയായും ജയിക്കും എന്ന് തന്നെയാണ് കണക്കുകൂട്ടൽ. കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം കാഞ്ഞങ്ങാട്, ഉദുമ, തൃക്കരിപ്പൂർ ഈ 3 മണ്ഡലങ്ങളിലും വിജയം ഉറപ്പാണ് എന്ന് CPM പറയുന്നു. 5 മണ്ഡലങ്ങളാണ് കാസർഗോഡ് ജില്ലയിൽ. ഇങ്ങനെ നോക്കുമ്പോൾ 80 മുതൽ 100 വരെ സീറ്റ് LDF നേടാമെന്നും 3ാം തുടർഭരണം ലഭിക്കുമെന്നും അവർ വിശ്വസിക്കുന്നുണ്ട്. എത്ര കുറഞ്ഞാലും 80-ൽ കൂടുതൽ സീറ്റുകൾ നേടും എന്ന് തന്നെയാണ് LDF-ന്റെ വിശ്വാസം. ഈ വിശ്വാസത്തിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ഭരണവിരുദ്ധ വികാരം എന്നൊരു സംഭവം ഇല്ല എന്ന് തന്നെ LDF ഉറപ്പിച്ചു പറയുന്നു. അഥവാ ഉണ്ടെങ്കിൽ തന്നെ അങ്ങനെ വരുന്ന വോട്ടുകൾ 2ആയി വിഭജിക്കും, കോൺഗ്രസിനും BJP-ക്കും. എന്തായാലും ഫലം വരുന്ന മാർച്ച് 4 വരെ കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഉടൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.